നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്തതായി ബ്രഹ്മോസ് 2-വിനുള്ള കാത്തിരിപ്പാണ്. ഇന്ത്യ അതിനുള്ള പണിപ്പുരയിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ അടക്കം തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ശത്രുരാജ്യങ്ങൾക്ക് വീണ്ടും അവരുടെ മുട്ടിടിപ്പിക്കാനായിട്ട് വരികയാണ് ബ്രഹ്മോസ് 2 എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ശബ്ദത്തിനേക്കാൾ 7 മുതൽ 8 മടങ്ങ് വരെ വേഗതയിൽ കുതിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച സ്ക്രാംജെറ്റ് എഞ്ചിന്റെ കരുത്തിൽ ആഗോള ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. 2025 ഏപ്രിൽ 25 നടത്തിയ സ്ക്രാംജെറ്റ് എഞ്ചിൻ കമ്പസ്റ്ററിന്റെ 1000 സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമാണെന്ന് DRDOയുടെ മുൻ മേധാവി ഡോക്ടർ സുധീർ കുമാർ മിശ്ര അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഈ മുന്നേറ്റം ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയെയും എത്തിക്കുന്നു. ബ്രഹ്മോസ് 2-വിന്റെ കരുത്ത് മനസ്സിലാക്കാൻ അതിന്റെ എഞ്ചിൻ സാങ്കേതികവിദ്യ പ്രധാനമാണ്. സാധാരണ ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി റാം ജെറ്റുകൾക്ക് ചലിക്കുന്ന ഭാഗങ്ങളില്ല. ഇന്ധനം കത്തിക്കുന്നതിന് മുൻപ് വായുവിന്റെ വേഗത ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുന്നു. സൂപ്പർസോണിക് വേഗതയിൽ റാം ജെറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും മാക് 5-നപ്പുറം ഇവയ്ക്ക് കാര്യക്ഷമത കുറവാണ്. ഇവിടെയാണ് സ്ക്രാംജെറ്റിന്റെ പ്രാധാന്യം. സൂപ്പർസോണിക് കമ്പസ്റ്റർ റാംജെറ്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് സ്ക്രാംജെറ്റ്. ഹൈപ്പർസോണിക് വേഗതയ്ക്ക് ഇവ അനിവാര്യമാണ്. റാംജെറ്റിൽ നിന്ന് വ്യത്യസ്തമായി സ്ക്രാംജെറ്റ് ജ്വലന സമയത്തും വായുവിനെ സൂപ്പർസോണിക് വേഗതയിൽ ചലിപ്പിക്കുന്നു. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വായു കടന്നു പോകുമ്പോൾ 1 സെക്കൻഡിനുള്ളിൽ ഇന്ധനം കത്തിക്കുക എന്നത് അവിശ്വസനീയമാവിധം വെല്ലുവിളിയാണ്. സ്ക്രാംജെറ്റുകൾ ഭാരം കുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവുമാണ്. ഇത് ബ്രഹ്മോസ് 2 പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഏറ്റവും അനുയോജ്യമാക്കുന്നു. ബ്രഹ്മോസ് 2 വെറും വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് യുദ്ധ നിയമങ്ങൾ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ആയുധമാണ്. മാക് 7 മുതൽ 8 വേഗതയിൽ 1500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് കഴിയും. ശത്രുക്കൾക്ക് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കാത്തത്ര വേഗതയിൽ ഇവ ലക്ഷ്യത്തിലെത്തും. നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്രയും വേഗതയുള്ള മിസൈലുകളെ തടയാൻ ബുദ്ധിമുട്ടാണ്. ഇത് ബ്രഹ്മോസ് 2-വിനെ സംഘർഷങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ പിൻഗാമിയാണിത്. ഹൈദരാബാദിൽ നടന്ന 1000 സെക്കൻഡ് ദൈർഘ്യമുള്ള സ്ക്രാംജെറ്റ് പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി നടത്തിയ ഈ പരീക്ഷണം 240 സെക്കൻഡ് പറന്ന അമേരിക്കയുടെ X-51A വേവർ റൈഡറിനെ മറികടന്നു. നൂതനമായ കൂളിംഗ് ടെക്നിക്കുകൾ, പ്രത്യേക സെറാമിക് കോട്ടിങ്ങുകൾ, തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ധനം എന്നിവ ഉപയോഗിച്ച് ഹൈപ്പർസോണിക് പറക്കലിന്റെ കടുത്ത ചൂടും സമ്മർദ്ദവും അതിജീവിക്കാൻ ഇന്ത്യയുടെ സ്ക്രാംജെറ്റിന് കഴിയുമെന്നും ഈ പരീക്ഷണം തെളിയിച്ചു. ഇത് ഇന്ത്യ വെറും അനുകരണക്കാരനല്ലെന്നും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്നും തെളിയിക്കുന്നു. ബ്രഹ്മോസിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഫയർ ആൻഡ് ഫോർഗെറ്റ് കഴിവാണ്. ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മാർഗനിർദ്ദേശം ഉപയോഗിച്ച് അത് സ്വയം ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ഇൻപുട്ട് ആവശ്യമില്ല. അതിന്റെ സ്റ്റെൽത്തി റഡാർ സിഗ്നേച്ചർ, പറക്കലിലുടനീളം ഉയർന്ന വേഗത, വഴക്കമുള്ള പാത ഓപ്ഷനുകൾ, കൃത്യമായ കൃത്യത എന്നിവ അത് കഠിനമായ വേഗത്തിലും ആക്രമിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. വർഷങ്ങളായി മിസൈൽ ഇന്ത്യയുടെ സായുധ സേനയിലുടനീളം പൊരുത്തപ്പെടുത്തപ്പെട്ടു. ആദ്യ 2005-ൽ നാവികസേനയിലും തുടർന്ന് 2007-ൽ സൈന്യത്തിലും പിന്നീട് വ്യോമസേനയുടെ സുഖോയ് 30 MK യുദ്ധവിമാനങ്ങളിലും ഇത് പൊരുത്തപ്പെടുത്തി. ബ്രഹ്മോസ് മിസൈൽ പദ്ധതി ഇന്ത്യ റഷ്യൻ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്. ഇതിന്റെ അംഗീകൃത മൂലധനം $250 മില്യൺ ആണ്. ഇന്നത്തെ മൂല്യം 2135 കോടി രൂപയിലധികം വരും. 1998-ൽ ഒപ്പുവെച്ച സംയുക്ത കരാറിനെ തുടർന്ന് ഇന്ത്യ 50.5% സംഭാവന ചെയ്തു. ബാക്കി 49.5% റഷ്യ ധനസഹായം നൽകി. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ മിസൈൽ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്രഹ്മോസ് 2 ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകും. ഏകദേശം 4 വർഷത്തിനുള്ളിൽ മിസൈൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെ സിർക്കോൺ മിസൈലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെങ്കിലും ബ്രഹ്മോസ് 2 പൂർണ്ണമായും ഇന്ത്യയുടെ സ്വന്തം സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യയെ ആശ്രയിക്കും. ഇത് വിദേശ ആശ്രയം കുറയ്ക്കുകയും മേക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും. ഈ ശാസ്ത്രീയത്വം പ്രതിരോധം മാത്രമല്ല, ആഗോള സ്വാധീനത്തെയും ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 200-ലധികം ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് A മിസൈലുകളുടെയും നാവികസേനയ്ക്കായി 220-ലധികം മിസൈലുകളുടെയും ഓർഡർ ലഭിച്ചത് ഈ പരിപാടിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ നയിക്കണമെന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബ്രഹ്മോസ് 2-ന് കഴിയും.
മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ചട്ടങ്ങൾക്ക് അനുസൃതമായി 290 കിലോമീറ്റർ പരിധിയിൽ കയറ്റുമതി ചെയ്ത പതിപ്പ് ബ്രഹ്മോസിന്റെ സഹ ഡെവലപ്പർ റഷ്യയ്ക്ക് മേലുള്ള ആഗോള ഉപരോധങ്ങൾക്കിടയിലും വാങ്ങുന്നവരെ ആകർഷിച്ചു. ഇന്ത്യ ഇപ്പോൾ ബ്രഹ്മോസ് ഘടകങ്ങളുടെ 70%-ലധികം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് റഷ്യൻ ഭാഗങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഗോള കയറ്റുമതിയിലേക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നു. 2022-ൽ 3 തീരദേശ ആന്റി ഷിപ്പ് ബാറ്ററികൾക്കായി $375 മില്യൺ സ്ഥിരീകരിച്ച കരാറിൽ ഒപ്പുവെച്ച ആദ്യ രാജ്യമാണ് ഫിലിപ്പീൻസ്. അതിൽ 2 എണ്ണം ഇതിനകം തന്നെ വിതരണം ചെയ്തു. $300 മില്യൺ മറ്റൊരു ഫോളോ ഓൺ ഓർഡറുകൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. വിയറ്റ്നാം 5 മിസൈൽ ബാറ്ററികൾക്കായുള്ള $625 മില്യൺ കരാർ അന്തിമമാക്കാൻ അടുത്തു വരികയാണ്. അതേസമയം ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ് എന്നിവയും പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആക്രമണാത്മക നിലപാട് മൂലം സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയവുമായി ഈ സാധ്യതയുള്ള ഇടപാടുകൾ തന്ത്രപരമായ സ്വാധീനം നൽകുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയ്ക്ക് പുറത്ത് UAE, സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസിനെ അവരുടെ പ്രതിരോധ ആയുധ ശേഖരത്തിലെ വിലപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കലായി കാണുന്നു. ഏഷ്യയിലെ ആയുധ ഇടപാടുകളെ പലപ്പോഴും സങ്കീർണമാക്കുന്ന ഭൗമരാഷ്ട്രീയ ലഗേജുകൾ ഇല്ലാതെ ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല എന്നിവയുൾപ്പെടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പോലും നാവിക തീരദേശ പ്രതിരോധ റോളുകൾക്കായി ബ്രഹ്മോസിനെ നോക്കുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനോടുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ്. അതിൽ തെളിയിക്കപ്പെട്ട പോരാട്ട പ്രകടനം ഇതിന് കാരണമാണ്. ഏറ്റവും പ്രധാനമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യതയും വിശ്വാസ്യതയും അത് പ്രകടമാക്കി. വളരുന്ന കയറ്റുമതി പ്രൊഫൈലോടെ ബ്രഹ്മോസ് ഇനിയൊരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ വ്യാപ്തിയുടെ പ്രതീകമാണിത്. ഏതായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ഇനി ബ്രഹ്മോസ് 2-നായിട്ടുള്ള കാത്തിരിപ്പ്. അതിൻ്റെ പ്രഹരശേഷിയും എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് മേൽ എത്രത്തോളം അതിന് പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ തന്നെ ഒരു ട്വിസ്റ്റാണ്.